ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ, സീനിയർ മാനേജർ, വിവിധ ഓഫീസേഴ്സ് എന്നീ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 23/3/2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. നെയിം ഓഫ് പോസ്റ്റ് ചീഫ് മാനേജർ IT ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ SMGS 4. OBCക്ക് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ആയിട്ട് ആകെ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിന്റെ പ്രായപരിധി മിനിമം 28 വയസ്സും മാക്സിമം 40 വയസ്സുമാണ്. അടുത്തത് ചീഫ് മാനേജർ IT നെറ്റ്വർക്ക് SMGS 4. OBC വിഭാഗത്തിന് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവുമായി ആകെ 2 ഒഴിവുകളാണുള്ളത്. ഇതിന്റെ മിനിമം പ്രായപരിധി 28 വയസ്സ്, മാക്സിമം 40 വയസ്സാണ്. അടുത്തത് ചീഫ് മാനേജർ IT ക്ലൗഡ് ഓപ്പറേഷൻസ് SMGS 4. OBC വിഭാഗത്തിന് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 40 വയസ്സിനും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT ഇൻഫ്ര SMGS 4. OBC വിഭാഗത്തിന് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. അടുത്തത് ചീഫ് മാനേജർ IT മിഡിൽ വെയർ അഡ്മിനിസ്ട്രേറ്റർ SMGS 4. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി വരുന്നത് 28 വയസ്സിനും 40 വയസ്സിനും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT ഡിജിറ്റൽ പേയ്മെന്റ്സ് SMGS 4. SC കാറ്റഗറിക്ക് ഒരു ഒഴിവും OBCക്ക് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 40നും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT ഇൻസിഡന്റ് മാനേജർ SMGS 4. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 40നും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ് SMGS 4. ജനറൽ വിഭാഗത്തിന് ഒരൊറ്റ ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 40നും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് അഡ്മിൻ SMGS 4. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 40നും മധ്യേ. അടുത്ത ഒഴിവ് ചീഫ് മാനേജർ IT ആപ്ലിക്കേഷൻ കസ്റ്റമൈസേഷൻ SMGS 4. ST വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി വരുന്നത് 28നും 40നും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT ഓഫീസർ with CISA or CISM or CISSP qualifications SMGS 4. അതിന് EWSന് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28 വയസ്സിനും 42 വയസ്സിനും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ IT സെക്യൂരിറ്റി സെൽ SMGS 4. SC വിഭാഗത്തിന് ഒരൊഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 32നും 42നും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ ഫിൻടെക് SMGS 4. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 37 വയസ്സിനും മധ്യേ. അടുത്തത് ചീഫ് മാനേജർ എക്കണോമിസ്റ്റ് SMGS 4. അതിന് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ. കൂടാതെ PWBD IDക്ക് ഒരൊഴിവ് കൂടിയുണ്ട്. പ്രായപരിധി 28നും 45നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT CBC ഓർ യുനൈസർ MMGS 3. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും SC വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 37 വയസ്സിനും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് അഡ്മിൻ MMGS 3. SC വിഭാഗത്തിന് ഒരൊഴിവും OBC വിഭാഗത്തിന് ഒരൊഴിവും EWSന് ഒരൊഴിവും ഉൾപ്പെടെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT ആപ്ലിക്കേഷൻ കസ്റ്റമൈസേഷൻ MMGS 3. SC വിഭാഗത്തിന് ഒരൊഴിവും OBCക്ക് ഒരൊഴിവും EWSന് ഒരു ഒഴിവും ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോർ ജാവ MMGS 3. OBC വിഭാഗത്തിന് 2 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT ഡേറ്റാബേസ് MMGS 3. SC വിഭാഗത്തിന് ഒരൊഴിവും OBC വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT API ഡെവലപ്മെന്റ് MMGS. SC വിഭാഗത്തിന് ഒരൊഴിവും ST വിഭാഗത്തിന് ഒരൊഴിവും OBCക്ക് ഒരൊഴിവും ഉൾപ്പെടെ 3 ഒഴിവുകളാണ് ആകെ ഉള്ളത്. അതില് PWBD HIക്ക് ഒരു ഒഴിവും കൂടിയുണ്ട്. പ്രായപരിധി 28നും 37 വയസ്സിനും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ IT ക്വാളിറ്റി കൺട്രോൾ MMGS 3. ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT പ്രോഡക്റ്റ് മാനേജർ MMGS 3. ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT മിഡിൽ വെയർ MMGS 3. ST വിഭാഗത്തിന് ഒരു ഒഴിവും EWS വിഭാഗത്തിന് 2 ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28നും 37നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT ഇൻഫ്ര MMGS 3. OBC വിഭാഗത്തിന് 2 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. പ്രായപരിധി വരുന്നത് 28നും 37നും മധ്യേ.
അടുത്തത് സീനിയർ മാനേജർ IT, സെക്യൂരിറ്റി മാനേജർ ടൂൾസ്, MMGS3, SC വിഭാഗത്തിന് ഒരു ഒഴിവും OBC വിഭാഗത്തിന് ഒരു ഒഴിവും EWS വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, സെക്യൂരിറ്റി അനലിസ്റ്റ്, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരൊറ്റ ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ IT, സെക്യൂരിറ്റി ആർക്കിടെക്ട്, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഓർ നെറ്റ്വർക്ക് ഓപ്പറേഷൻ, MMGS3, SC വിഭാഗത്തിന് ഒരു ഒഴിവും ST വിഭാഗത്തിന് ഒരു ഒഴിവും OBCക്ക് 2 ഒഴിവും ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവും ഉൾപ്പെടെ ആകെ 5 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD HIക്ക് ഒരു ഒഴിവ് കൂടിയുണ്ട്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, ഫുൾ സ്റ്റാക്ക് ജാവ ഡെവലപ്പർ, MMGS3, SCക്ക് ഒരു ഒഴിവ്, STക്ക് 1, OBCക്ക് 1, അങ്ങനെ ആകെ 3 ഒഴിവുകളാണ്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻ, MMGS3, SCക്ക് ഒരു ഒഴിവും EWSന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ IT, ടെസ്റ്റ് ആർക്കിടെക്ട്, MMGS3, അതിന് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, പാച്ച് മാനേജ്മെന്റ്, MMGS3, അതിൽ EWSന് ഒരു ഒഴിവും ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ IT, പാച്ച് മാനേജ്മെന്റ്, MMGS3, OBCക്ക് ഒരു ഒഴിവ്, EWSന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, ക്ലൗഡ് ഓപ്പറേഷൻസ്, MMGS3, അതിൽ OBCക്ക് ഒരു ഒഴിവും ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ IT, കംപ്ലയൻസ്, MMGS3, അതിൽ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ IT, സെക്യൂരിറ്റി എഞ്ചിനീയർ, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ IT ഓഫീസർ വിത്ത് CISA or CISM or CISSP ക്വാളിഫിക്കേഷൻസ്, MMGS3, SC വിഭാഗത്തിന് ഒരു ഒഴിവും ST വിഭാഗത്തിന് ഒരു ഒഴിവും OBCക്ക് ഒരു ഒഴിവും ജനറൽ വിഭാഗത്തിന് 2 ഒഴിവും ഉൾപ്പെടെ 5 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD VIക്ക് ഒരു ഒഴിവുമുണ്ട്. പ്രായപരിധി 28-നും 40-നും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ IT, സെക്യൂരിറ്റി സെൽ, MMGS3, ST വിഭാഗത്തിന് ഒരു ഒഴിവും OBC വിഭാഗത്തിന് 2 ഒഴിവും ഉൾപ്പെടെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27-നും 38-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ ETL, ഡെവലപ്മെന്റ് ഇൻഫോർമാറ്റിക്ക ഓർ സ്പാർക്ക്, MMGS3, അതിന് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ ML ഓഫ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, MMGS3, അതിന് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ സിസ്റ്റം അഡ്മിൻ, RHEL ഓപ്പൺ ഷിഫ്റ്റ്, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ SAS വിയ അഡ്മിനിസ്ട്രേറ്റർ, MMGS3, ST വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, MMGS3, അത് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്തത് സീനിയർ മാനേജർ നോട്ട്സ് ഡാറ്റ ബേസ് അഡ്മിനിസ്ട്രേറ്റർ, MMGS, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ ഓറക്കിൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, MMGS, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ API ഡെവലപ്പർ, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ ETL ടെസ്റ്റർ, MMGS, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ ജനറൽ AI ഡെവലപ്പർ, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ ഫിൻടെക്, MMGS3, ST വിഭാഗത്തിന് ഒരു ഒഴിവും OBCക്ക് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യേ. അടുത്ത സീനിയർ മാനേജർ പ്രോജക്ട് മാനേജർ, MMGS3, ST വിഭാഗത്തിന് ഒരു ഒഴിവും OBC വിഭാഗത്തിന് ഒരു ഒഴിവും അതുപോലെ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD IDക്ക് ഒരു ഒഴിവ് കൂടിയുണ്ട്. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ ക്യൂലിക് BI ഡെവലപ്പർ, MMGS, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ വിൻഡോസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, MMGS3, ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ ഡേറ്റ ക്വാളിറ്റി ഡെവലപ്പർ, MMGS3,
OBC വിഭാഗത്തിന് 2 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ, API പ്രോഡക്റ്റ് മാനേജർ, MMGS 3 ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. സീനിയർ മാനേജർ, ഡേറ്റ സയന്റിസ്റ്റ്, MMGS 3 OBC വിഭാഗത്തിന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ, ഡേറ്റ എഞ്ചിനീയറിംഗ്, MMGS 3 അത് ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ, ഡേറ്റ ആർക്കിടെക്ട്, MMGS 3 ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 28-നും 37-നും മധ്യയാണ്. അടുത്ത സീനിയർ മാനേജർ, റിസ്ക്, MMGS 3 SC വിഭാഗത്തിന് 1 ഒഴിവും OBC വിഭാഗത്തിന് 3 ഒഴിവും EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 4 ഒഴിവ് ഉൾപ്പെടെ ആകെ 9 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBDക്ക് OCക്ക് 1 ഒഴിവുണ്ട്. അങ്ങനെ ആണ് അതിന്റെ ഒഴിവുകളുടെ എണ്ണം വരുന്നത്. പ്രായപരിധി 25-നും 35-നും മധ്യയാണ്. അടുത്തത് സീനിയർ മാനേജർ, കമ്പനി സെക്രട്ടറി, MMGS 3 അതിന് ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 31-നും 40 വയസ്സിനും ഇടയിലാണ്. അടുത്തത് ലോ ഓഫീസേഴ്സ്, MMGS SC വിഭാഗത്തിന് 1 ഒഴിവ്, ST വിഭാഗത്തിന് 1 ഒഴിവ്, OBCക്ക് 4 ഒഴിവും EWSന് 2 ഒഴിവും ജനറൽ വിഭാഗത്തിന് 9 ഒഴിവ് ഉൾപ്പെടെ ആകെ 17 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD OCക്ക് 1 ഒഴിവും കൂടിയുണ്ട്. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT പെർഫോമൻസ് ടെസ്റ്റിംഗ്, MMGS 2 അത് ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 25-നും 34-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT ഡിജിറ്റൽ പേയ്മെന്റ്സ്, MMGS 2 OBC വിഭാഗത്തിന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 34-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT ഫ്രണ്ട് എൻഡ് ജാവ ഡെവലപ്പർ, MMGS 2 അത് EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 34-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, MMGS 2 അതിൽ OBCക്ക് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി 25-നും 34-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, MMGS 2 SC വിഭാഗത്തിന് 1 ഒഴിവും OBCക്ക് 1 ഒഴിവും കൂടാതെ ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 34-നും മധ്യയാണ്. അടുത്തത് മാനേജർ IT വിത്ത് CISA ഓർ CISM ഓർ CISSP ക്വാളിഫിക്കേഷൻസ്, MMGS 2 അതിൽ SCക്ക് 1 ഒഴിവും STക്ക് 1 ഒഴിവും OBCക്ക് 2 ഒഴിവും കൂടാതെ ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 5 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBDക്ക് IDക്ക് 1 ഒഴിവുണ്ട്. പ്രായപരിധി 27-നും 35 വയസ്സിനും മധ്യയാണ്. അടുത്തത് മാനേജർ ETL ഡെവലപ്പർ ഇൻഫോർമാറ്റിക്ക ഓർ സ്പാർക്ക്, MMGS 2 അതിന് OBCക്ക് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 2 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി വരുന്ന 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ UI ഓർ UX ഡെവലപ്പർ, MMGS അതിൽ ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ സിസ്റ്റം അഡ്മിൻ RHEL ഓപ്പൺ ഷിഫ്റ്റ് അതില് MMGS 2 ആണ് വരുന്നത്. SC വിഭാഗത്തിന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ API ഡെവലപ്പർ, MMGS 2 SC വിഭാഗത്തിന് 1 ഒഴിവും OBCക്ക് 1 ഒഴിവും EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 4 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ ജനറൽ AI ഡെവലപ്പർ, MMGS 2 അതിൽ ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ ഫിൻടെക് ഓഫീസർ, MMGS SC വിഭാഗത്തിന് 1 ഒഴിവും OBCക്ക് 1 ഒഴിവും EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 4 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ ക്വിക്ക് BI ഡെവലപ്പർ, MMGS ST വിഭാഗത്തിന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ API പ്രോഡക്റ്റ് മാനേജർ, MMGS 2 അതിൽ ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ ഡേറ്റ എഞ്ചിനീയറിംഗ്, MMGS SC വിഭാഗത്തിന് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 1 ഒഴിവ് മാത്രമേ ഉള്ളൂ. പ്രായപരിധി 25-നും 32-നും മധ്യയാണ്. അടുത്തത് മാനേജർ റിസ്ക്, MMGS അതിൽ OBC വിഭാഗത്തിന് 2ഉം EWSന് 1ഉം കൂടാതെ ജനറൽ വിഭാഗത്തിന് 2 ഉൾപ്പെടെ ആകെ 5 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD HIക്ക് 1 ഒഴിവ് കൂടിയുണ്ട്. പ്രായപരിധി 22-നും 35-നും മധ്യയാണ്. അടുത്തത് മാനേജർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, MMGS 2 അതിൽ SC വിഭാഗത്തിന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27-നും 35-നും മധ്യയാണ്. അടുത്തത് മാനേജർ INDAS, MMGS 2 അതിന് SC വിഭാഗത്തിന് 1, STക്ക് 1, OBCക്ക് 1 ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27-നും 35-നും മധ്യേ. അടുത്തത് മാനേജർ GST, MMGS 2 അതിൽ OBCക്ക് 1 ഒഴിവും EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 3 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27-നും 35-നും മധ്യയാണ്. അടുത്തത് മാനേജർ TDS, MMGS അതിൽ
അതിൽ OBCക്ക് ഒരൊഴിവും കൂടാതെ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27-നും 35-നും മധ്യയാണ്. അടുത്തത് മാനേജർ സിവിൽ എഞ്ചിനീയർ MMGS 2. അതിൽ ST വിഭാഗത്തിന് ഒരു ഒഴിവും OBCക്ക് 2 ഒഴിവും കൂടാതെ ജനറൽ വിഭാഗത്തിന് 2 ഒഴിവും ഉൾപ്പെടെ 5 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 23-നും 35-നും മധ്യയാണ്. അടുത്തത് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ MMGS 2. SC വിഭാഗത്തിന് ഒരു ഒഴിവും കൂടാതെ ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകൾ മാത്രമാണുള്ളത്. പ്രായപരിധി 23-നും 35-നും മധ്യേ. അടുത്തത് മാനേജർ IT HRMS MMGS 2. SC വിഭാഗത്തിന് ഒരു ഒഴിവും ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25-നും 35-നും മധ്യേ. അടുത്തത് നമുക്ക് സ്കെയിൽ ഓഫ് പേ നോക്കാം. മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 2 MMGS 2 64,820 രൂപ മുതൽ 93,960 രൂപ വരെ. നെക്സ്റ്റ് മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 3 MMGS 3 85,920 രൂപ മുതൽ 1,05,280 രൂപ വരെ. അടുത്തത് സീനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 4 SMGS 4 1,02,300 രൂപ മുതൽ 1,20,940 രൂപ വരെ. അടുത്തത് ഏജ് റിലാക്സേഷൻ നോക്കാം. SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമി ലെയർ വിഭാഗങ്ങൾക്ക് 3 വർഷവും PWBDക്ക് 10 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അടുത്ത സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. പേഴ്സണൽ ഇന്റർവ്യൂവും ഓൺലൈൻ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അതിൽ ഓൺലൈൻ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. മാക്സിമം മാർക്ക് അതിന് 25 ആണ്. ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് പ്രൊഫഷണൽ നോളജ് റിലവന്റ് ടു ദി പോസ്റ്റ്. മാക്സിമം മാർക്സ് 100 ആണ്. ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്. നെക്സ്റ്റ് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. അതിന് മാക്സിമം മാർക്ക് 25 ആണ്. ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. അങ്ങനെ ആകെ 2 മണിക്കൂറാണ് ഓൺലൈൻ എക്സാം ഉള്ളത്. ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ കേരളത്തിൽ തിരുവനന്തപുരമാണ്. ഇന്റർവ്യൂവിന് ഹാജരാകുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാൾ ലെറ്റർ വേണം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ പ്രൂഫ്, മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് 1/1/2025 ആണ്. അതുപോലെ SC ST OBC വിഭാഗങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും അസറ്റ് സർട്ടിഫിക്കറ്റും EWS കാറ്റഗറിക്ക് ആവശ്യമാണ്. അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എക്സ് സർവീസ്മാൻമാർക്ക് അത് പ്രൂവ് ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനത്തിലോ പബ്ലിക് സെക്ടറിലോ ജോലി ചെയ്യുന്നവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കൂടാതെ എനി അതർ റിലവന്റ് ഡോക്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് എലിജിബിലിറ്റി. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBD വിഭാഗങ്ങൾക്ക് 175 രൂപയും ജനറൽ ആൻഡ് അതേഴ്സിന് 850 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.bankofindia.co.in. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ച് കരിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ വേരിയസ് സ്ട്രീംസ് അപ് ടു സ്കെയിൽ 4 പ്രോജക്ട് നമ്പർ 2024-25 എന്ന ഒരു ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ അപ്ലൈ ഓൺലൈൻ എന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് ഫീസ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സ്കാൻ ആൻഡ് അപ്ലോഡ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23/3/2025 ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് 1/1/2025 ഇറങ്ങിയ വിജ്ഞാപനത്തിൽ ഡീറ്റെയിൽഡ് ആയി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.